നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ജോട്ടയുടെ മരണത്തിൽ വല്ലാതെ ദുഃഖിച്ചിരിക്കുകയാണല്ലോ ഫുട്ബോൾ ലോകം. ഇന്നലെ വിമൻസ് യൂറോ മത്സരത്തിൽ പോർച്ചുഗൽ സ്പെയിൻ മത്സരം അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സമയം മൗനമായിട്ട് നിന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഹോണർ അർപ്പിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. ഡിയേഗോ ജോട്ടക്കും ആന്ദ്രെ സിൽവക്കും ആദരമർപ്പിച്ചുകൊണ്ടാണ് കളി ആരംഭിച്ചത്. ജയൻ്റ് സ്ക്രീനിൽ ആ ചിത്രങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. അതോടൊപ്പം കളിയുടെ 20ാമത്തെ മിനിറ്റിൽ ആരാധകർ അദ്ദേഹത്തിൻ്റെ പേര് ചാൻറ്റ് ചെയ്യുകയും ചെയ്തു. ഡിയേഗോ ജോട്ട ഒലെ എന്ന് പറഞ്ഞുകൊണ്ട് 20ാമത്തെ മിനിറ്റിൽ ആരാധകർ ആ ഒരു പേര് ചാൻറ്റ് ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പറാണല്ലോ 20 എന്നുള്ളത്. അതോടൊപ്പം തന്നെ താരങ്ങൾ ആ ഒരു സൈലൻ്റായിട്ട് നിൽക്കുകയും കളി കഴിഞ്ഞതിന് ശേഷം പോർച്ചുഗലിൻ്റെ താരങ്ങൾ ആ ഒരു ബാനർ പിടിക്കുകയുണ്ടായി. അതിൽ കൃത്യമായിട്ട് എഴുതിയിരുന്ന ഒബ്രിഗാഡോ പോർട്യൂഡോ ഡിയേഗോ ജോട്ട എന്ന് പറഞ്ഞുകൊണ്ട് 1996 2025 അദ്ദേഹത്തിൻ്റെ ജീവിത ഘട്ടം ആ സമയം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഫുട്ബോൾ ലോകം കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് ഇതാ പോർച്ചുഗൽ സ്പെയിൻ താരങ്ങൾ വനിതാ ഫുട്ബോളിൽ ആദരമർപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ക്ലബ്ബുകളും ഇന്നലെ ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഒരുങ്ങുന്ന ടീമുകളൊക്കെ അവരുടെ ട്രെയിനിങ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ മൗനം ആചരിച്ചിട്ടാണ് ട്രെയിനിങ് ആരംഭിച്ചത്. ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിലൊരാൾ, ആരാധകർക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം, നമ്മളിലൊരാൾ അങ്ങ് മിസ് ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ് ആണുള്ളത്. വല്ലാത്ത സങ്കടകരമായിട്ടുള്ള വാർത്ത. അതിപ്പോഴും ഉൾക്കൊള്ളാൻ പലരും വിഷമിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.